അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിന്ന് നമ്മളിപ്പോൾ പാടത്തോണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്, നജസ്സുകളെ കുറിച്ചിട്ടാണ് അല്ലേ? ഫിഖ്ഹാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, നജസ്സാണ് നമ്മുടെ വിഷയം. അപ്പോൾ നജസ്സുകൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു. ശുദ്ധിയാക്കാൻ പറ്റാത്ത നജസ്സുകൾ, ഇനി ശുദ്ധിയാക്കാൻ പറ്റുന്ന നജസ്സുകൾ പറഞ്ഞു. ഇനി നജസ്സായ സാധനങ്ങൾ എങ്ങനെ ശുദ്ധിയാക്കാം, അതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഓർമ്മ ഉണ്ട് എല്ലാവർക്കും? പാഠങ്ങളൊക്കെ അർത്ഥം വെച്ച് നോക്കിയെന്നോ? നമ്മൾ പറഞ്ഞു എന്താ, ആദ്യം നായ കൊണ്ട് നജസ്സായത്, നായ, പന്നി അല്ലെങ്കിൽ അവയുടെ പറവ്, അവക്കൊണ്ട് നജസ്സായ സാധനങ്ങൾ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം കഴുകണം. 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ചെറിയ 2 വയസ്സ് എത്താത്ത മുല മാത്രം കുടിക്കുന്ന ചെറിയ കുട്ടിയുടെ മൂത്രം അവ വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ എന്തായാൽ മതി, ആ മൂത്രത്തെക്കാളും കൂടുതലും വെള്ളം അവിടെ ഒഴിക്കുക. മൂത്രത്തെക്കാളും കൂടുതൽ വെള്ളം ഒഴിക്കൽ കൊണ്ട് എന്ത് ചെയ്യും, അത് ശുദ്ധിയാകും, അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന കോലത്തിൽ. പറഞ്ഞു. പിന്നെ നമ്മൾ അല്ലാത്ത സാധനങ്ങളൊക്കെ വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ, അല്ലാത്ത നജസ്സായ എന്ത് വസ്തുവും വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞു? നിറം, രുചി, മണം, ഇവ 3ഉം നീങ്ങിയാൽ ഒരു വസ്തു ശുദ്ധിയായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെറിയൊരു ഇളവുണ്ട്. എന്ത്, നിറം മാത്രമോ അല്ലെങ്കിൽ മണം മാത്രമോ ബാക്കിയായാൽ കുഴപ്പമില്ല, അത് നീക്കൽ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ. നിറം മാത്രമോ മണം മാത്രമോ ബാക്കിയായാലും കുഴപ്പമില്ല, രണ്ടും കൂടി ഒപ്പം ബാക്കിയായാലും രുചി ബാക്കിയായാലും ആ സാധനം വൃത്തിയായതായിട്ട് പരിഗണിക്കൂല നമ്മൾ പറഞ്ഞു ഇല്ലേ? അതൊക്കെ ഓർമ്മയല്ല എല്ലാവർക്കും? ഇതൊക്കെ ശരിക്കും തെറ്റാതെ മനസ്സിലാക്കി വെക്കണം. കാരണം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, തെറ്റിപ്പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഷ്തർത്തു, ഇനി ഷർത്താക്കപ്പെടും, ഈറാദുൽ മായി, വെള്ളത്തെ. പിന്നെ ഇവിടെ നമ്മൾ പിന്നെന്ത് പറഞ്ഞു? പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഇനി എടുക്കാനുള്ളത് ഏത് മുതലാണ്? വലവു അസ്വാബൽ അർളു എന്ന് മുതലാണ്. ഒരു 2 വരി നമ്മൾ ഈ പാരഗ്രാഫിൽ എടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞു, കുറഞ്ഞ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ മേലിൽ കുറഞ്ഞ വെള്ളം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നജസ്സായ വസ്തുക്കൾ അതിൽ നമ്മൾ മുക്കരുത്, അതിൻ്റെ മേലെ കൂടി ഒഴിച്ചേ കഴുകാൻ പാടുള്ളൂ, എന്നാലേ വൃത്തിയാകുള്ളൂ. അത് നേരെ കൊണ്ടുപോയി മുക്കിയാൽ ആ വെള്ളം ഫുള്ള് നജസ്സാകും, അത് ശുദ്ധിയാകൂല, ആ വസ്തു ശുദ്ധിയാകൂല നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി എടുക്കല്ലേ? അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ശരിക്കും പഠിക്കണം കേട്ടോ. നമ്മൾ ഓരോതും അന്നാന്ന് എടുത്തത് നിങ്ങൾ അന്നാന്ന് തന്നെ പഠിക്കണം. വലവു അസ്വാബൽ അർളു, ഇനി ഭൂമി, വലവു അസ്വാബൽ അർള ബൗല്, ഭൂമിയിൽ മൂത്രം ചൊരിഞ്ഞാൽ, അതായത് മൂത്രമായാൽ, അപ്പോൾ നമ്മൾ മൂത്രം ആയ ഭൂമി എങ്ങനെ ശുദ്ധിയാക്കുക? അപ്പോൾ സുബ്ബ അലഹിൽ മാഉ, ഒരു ഭൂമിയിൽ മൂത്രം ഉണ്ട്, അവിടെ എന്ത് ചെയ്തു, നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ സുബ്ബ പറഞ്ഞാൽ ചൊരിക്കുക, ഒഴിക്കുക എന്നൊക്കെ അർത്ഥം. സുബ്ബ അലിഹ, അതിൻ്റെ മേലിൽ ചൊരിഞ്ഞാൽ, അലിഹ ആ മൂത്രത്തിൻ്റെ മേൽ നമ്മൾ എന്ത് ചൊരിഞ്ഞു? വെള്ളം ചൊരിഞ്ഞു. അവ ഇൻസൊബ്ബ ബിൽ മത്തൊരി, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ മത്തറ് പറഞ്ഞാൽ മഴ കൊണ്ട് അവിടെ വെള്ളം ചൊരിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു, അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ ഭൂമിയിൽ എന്ത് ചെയ്തു, ആകെ വെള്ളമായി. അതായത് ആ മൂത്രത്തിലൊന്നാകെ എന്ത് ചെയ്തു, വെള്ളം വന്നു. അത് വൈരിഹി, അല്ലെങ്കിൽ വെള്ളം മഴ കൊണ്ടോ അല്ലെങ്കിൽ അല്ലാത്തത് കൊണ്ടോ എന്ത് ചെയ്തു, ആ മൂത്രമുള്ള സ്ഥലത്ത്, ഇപ്പോൾ നമ്മളൊരു ഭൂമിയിൽ കുറച്ച് മൂത്രമുണ്ട്, അവിടെ ഒന്നെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ആകെ വെള്ളം മഴ പെയ്തിട്ട് വെള്ളമായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയ്തിട്ട് അവിടെ ആകെ വെള്ളം വന്നു. ഏതുവരെ ഒലബഹു, ആ മൂത്രത്തെ അതിജയിക്കുന്ന അത്ര വെള്ളം, അതായത് ആ മൂത്രത്തിൻ്റെ അസിലൊക്കെ പോകുന്ന തരത്തിലുള്ള വെള്ളം എന്ത് ചെയ്തു, അവിടെ എത്തി. വസ്തഹലക ഫിഹി, അതിലെന്ത് ചെയ്തു, മൂത്രം അതിൽ നശിച്ചു ചെയ്തു. അതായത് മൂത്രം അതിലെന്ത് ചെയ്തു, നശിച്ചു. അതിൽ നശിച്ചു പറഞ്ഞാൽ എന്താ, പിന്നെ കുറച്ചിപ്പോൾ ഭൂമിയിൽ മുറ്റത്ത് കുറച്ച്
മൂത്രമുണ്ട്, ഒരുപാട് വെള്ളം മഴ പെയ്തിട്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മൂത്രത്തിൻ്റെ വല്ല അംശങ്ങളും നിറം മണം രുചി ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. ആ തരത്തിൽ എന്ത് ചെയ്യും, ആ മൂത്രം അവിടെ ഇല്ലാതായി പോകും. അങ്ങനെ ആ മൂത്രം അതിൽ നശിച്ചു പോയി. ആ തരത്തിൽ എന്ത് ചെയ്തു, വെള്ളം നമ്മൾ അവിടെ ചൊരിഞ്ഞാൽ തുഹറത്തിലാകും, ആ ഭൂമി ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ പൊതുവേ മുറ്റത്തൊക്കെ കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. ശരിക്കും അവിടെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ എന്താണ് ആ മൂത്രത്തെ അതിജയിക്കുന്ന തരത്തിലുള്ള, അതായത് അതിൻ്റെ അസുലും മണമൊന്നും ഇല്ലാത്ത കോലത്തിലുള്ള വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ മഴ പെയ്യൽ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഭൂമി ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം. വൈൻ അസോബഹ നജാസത്വൻ, ഇനി ഭൂമിയിൽ നജസ്സുകളായി, ഇപ്പം മൂത്രം എന്നുള്ളത് വെള്ളമല്ലേ, ഇനി മറ്റു വല്ല നജസ്സുകളായി, ജാമിതത്തെ ഉറച്ച, മൂത്രം എന്നുള്ളത് വെള്ളം പോലെ നജസ്സല്ല, അപ്പം അങ്ങനെ ഉറച്ച മറ്റുള്ള നജസ്സുകൾ ഭൂമിയിലായാൽ ഏതുപോലെ, കറൗസ് കാഷ്ടം പോലെ, അങ്ങനെ റൗസ് പറഞ്ഞാൽ കാഷ്ടം, അത് ഒതറത്ത് അല്ലെങ്കിൽ അതൊരു നജസ് തന്നെയാണ്. അതായാൽ വക്തലത്തത്ത് ബില്ലാള്, എന്നിട്ട് എന്ത് ചെയ്തു, അത് ഭൂമിയോട് ചേർന്ന് ഭൂമിയിൽ ഇങ്ങോട്ട് കലർന്നു. കാശ് ഇങ്ങനെ ഉണങ്ങി കിടക്കണമെങ്കിൽ നമുക്ക് അത് എടുത്തിട്ടാൽ മതി. അല്ല, അതെന്ത് ചെയ്തു, അത് ഭൂമിയിലാകെ ആയി, ഭൂമിയിൽ ചേർന്നു. ഫലാ ബുദ്ധ, അത്യാവശ്യമാണ് മിൻ നഖലിഹ, അത് നഖലി ചെയ്യുക, അത് നീക്കൽ എന്നത് അത്യാവശ്യമാണ്. ഔ ഇഹാ ബി തുറാബിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മണ്ണ് കൊണ്ട് അത് മറക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇങ്ങനെ വല്ല കാഷ്ടം അങ്ങനത്തെ നജസ്സുകൾ ഭൂമിയിലായി അതാകെ ഭൂമിയിൽ പറ്റി പിടിച്ചാൽ നമ്മൾ അത് ഒന്നെങ്കിൽ ആ മണ്ണ് അവിടുന്ന് ഒഴിവാക്കണം, അത് നീക്കം ചെയ്യണം, നജസ് അവിടുന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ ആ ഭാഗം മണ്ണ് കൊണ്ട് മറക്കണം, അതായത് അതിന് മേലൊക്കെ നമ്മൾ മണ്ണ് കൊണ്ടിടണം. ഇത് തുറാബിൻ തോഹറായ നല്ല ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടിടണം. ഔ തീന്, അല്ലെങ്കിൽ അതും മണ്ണ് തന്നെ കൊണ്ടിടണം. വലാ സബീല ഇല തത്ഹിരിഹ ബിൽ ഓസ്ലി, കഴുകൽ കൊണ്ട് അത് വൃത്തിയാക്കുന്നതിലേക്ക് ഒരു വഴിയുമില്ല. അത് ഒന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മണ്ണിടണം, അല്ലെങ്കിൽ ആ നജസ് അവിടുന്ന് ആ നജസായ മണ്ണോടൊക്കെ നമ്മൾ അവിടുന്ന് കൊണ്ടുപോയി ഒഴിവാക്കണം. അല്ലാതെ ആ ഭൂമി കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൂത്രം പോലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മതി ഭൂമി വൃത്തിയാവാൻ. ആ മൂത്രത്തിൻ്റെ ഇതൊക്കെ ഇല്ലാതാവണ കുളത്തിൽ. ഇനി മറ്റുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ അവിടെ വെള്ളം ഒഴിക്കല്ല, അതിൻ്റെ മേലെ മണ്ണ് കൊടുന്ന് ഇടണം, തോഹറായ മണ്ണ്. ഇനി മായി, ഇനി വെള്ളമല്ലാത്ത എല്ലാ നീരായ സാധനങ്ങളും, അതായത് ഇപ്പോൾ വെള്ളം എന്ന് പറയില്ല, വെള്ളമല്ലാത്ത മറ്റുള്ള സാധനങ്ങൾ ഇതുപോലൊക്കെ ഹല്ല്, സുർക്ക പോലെ, ലബന്, പാല് പോലെ, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, അങ്ങനെ വെള്ളമല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, അത് വെള്ളം പോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് നജസ, അത് നജസായാൽ ലാ യംകിനു തത്ഹീറുഹ, അത് ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യില്ല, സാധിക്കൂല. ഫൈൻകാന ജാമിതൻ, ഇനി അത് ഉറച്ചതാണെങ്കിൽ, അപ്പോൾ വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ എന്താണ്, അത് നജസായാൽ അതിൽ വല്ല നജസും വീണാൽ പിന്നെ അത് ശുദ്ധിയാക്കാനും നടക്കില്ല, അതുകൊണ്ട് ഒഴിവാക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ വല്ല സുർക്കയിൽ അല്ലെങ്കിൽ പാലിൽ എന്ത് ചെയ്തു വല്ല കാഷ്ട ജന്തുക്കളൊക്കെ ചാടിയാൽ അതും കൊണ്ട് ഒഴിവാക്കാൻ, അല്ലാതെ ശുദ്ധിയാക്കാൻ പറ്റില്ല. ഇനി ഭയങ്കര ജാമിതൻ കസംനിൽ ജാമിതി, ഇനി ഉറച്ചതാണെങ്കിൽ, ഇനി കട്ടിയായ ഉറച്ചതാണെന്നുണ്ടെങ്കിൽ കസംനി, ഇതുപോലെ കസംനിൽ ജാമിതി, ഉറച്ച നെയ്യ് പോലെ. നെയ്യ് ഇപ്പം ശരിക്കും മുരുകിയാൽ അതിങ്ങനെ വെള്ളം പോലെയുള്ള സാധനം, അതായത് ഇങ്ങനെ എണ്ണ പോലെ ഈ ആയ വസ്തു ആയിരിക്കും. പക്ഷേ എന്താണ്, ഉറച്ച നെയ്യ് ഉണ്ടാവില്ലേ, അങ്ങനെ ഉറച്ച് കിടക്കല്ലേ കാരണം. അങ്ങനെ അത് ജാമിതായ ഉറച്ച വസ്തുക്കളാണെങ്കിൽ ഉള്ളിക്കൻ നജാസത്തു, നജസ് അതിൽ വീണിട്ടുണ്ട്, അങ്ങനത്തെ ഉറച്ച വസ്തുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഉള്ളിക്കൻ നജാസത്തു, നജസിന് എന്താണ് അതിൽ നിന്ന് എടുക്കപ്പെടണം. അപ്പം നജസ് വീണ എന്താണ്, ഉറച്ച നെയ്യ് പോലുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ നജസേമ വീണാൽ ആ നജസിനെ എടുത്ത് കളയണം. ഉൽഖിയ എടുക്കപ്പെടണം, ആ നജാസത്തു, ആ നജസിനെ എടുക്കപ്പെടണം. അമാ ഹൗലഹ, എന്നിട്ട് അതിൽ ചുറ്റുഭാഗത്തുള്ള നജസായ ഭാഗം ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കണം. വൽ ബാക്കി തോഹറം, ബാക്കിയുള്ള ഭാഗം എന്താണ്, ശുദ്ധിയുള്ളതാണ്. ഇപ്പോൾ നല്ല ഉറച്ച നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നജസൈമ വീണു, വല്ല പ്രാണിയൊക്കെ വീണ്, ഉദാഹരണം ഇപ്പം നജസ് അല്ലെങ്കിൽ വല്ല രക്തറ്റി, അപ്പം ആ നജസ്സും ആ നജസിൻ്റെ ചുറ്റോർത്തുള്ളതുമില്ല, ആ നജസായ ഭാഗം അതുകൊണ്ട് എടുത്ത് ഒഴിവാക്കിയാൽ ബാക്കി എന്താണ്,
ശുദ്ധിയുള്ളതാണ് എന്നർത്ഥം. അപ്പം ഉറച്ച സാധനങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. ഉസില ബിഹി നജാസത്തു, നജസ് വെള്ളം, ഉസില ബിഹി ആ വെള്ളം കൊണ്ട് കഴുകപ്പെട്ടിട്ടുണ്ട്. ആ നജാസത്തു നജസ് കഴുകിയ വെള്ളം. അപ്പം നജസ് കഴുകിയ വെള്ളം അത് ശുദ്ധിയുള്ളതാണോ? അല്ലേ? നജസ് കഴുകിയ വെള്ളം ഇൻ തയ്യറ അത് എന്താണ്? തയ്യൂറായിട്ടുണ്ട്, അതായത് പകർച്ചയായിട്ടുണ്ട്. ഔ സാദ വസ്നുഹു അല്ലെങ്കിൽ അതിൻ്റെ തൂക്കം കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ നജസ് ഈ വെള്ളത്തിൽ കഴുകിയപ്പോൾ നജസ് ആ വെള്ളത്തിൽ ചേർന്നിട്ട് ആ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. നജസും കൂടി ആ വെള്ളത്തിലായപ്പോൾ നജസിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്? അത് ആകെ നമ്മൾ നജസ് കഴിക്കുമ്പോൾ വെള്ളം ആകെ എന്താണ് നിറക്കം മാറി ആ നജസിൻ്റെ കളറും നജസിൻ്റെ മണം അല്ലെങ്കിൽ നജസിൻ്റെ രുചി അങ്ങനെയൊക്കെ അതിൻ്റെ തയ്യൂറായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടി, നജസും കൂടി ചേർന്നപ്പോൾ അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നജസുൻ ആ വെള്ളം എന്താണ്? നജസാണ്. അപ്പം നജസ് കഴുകിയ വെള്ളം അത് തയ്യൂറാവുകയോ അതിൻ്റെ അളവ് കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നജസാണ്. ഇല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നജസ് കഴുകിയെന്ന് വെച്ചിട്ട് ആ വെള്ളത്തിന് കളർ മാറ്റമൊന്നുമില്ല, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടൊന്നുമില്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇൻ വല കുല്ലത്തിന് ഈ 2 കുല്ലത്തെത്താണെങ്കിൽ വല തായൂറുബിഹി 2 കുല്ലത്തെത്തിയിട്ട് തായൂറൊന്നുമില്ല, പകർച്ചൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫത്തുഹൂറിന് അത് ശുദ്ധിയുള്ളതാണ്. ഇല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഹുക്കുമുഹു അതിൻ്റെ വിധി ഹുക്കുമുൽ മഹല്ലി ബാദൽ ഓസ്ലി ഇൻ കാന ഖദ് തൊഹുറ ഫഹുവ ത്വാഹിറിൻ ഇല്ല ഫഹുവ നജസുൻ. ഇല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 കുല്ലത്ത് എത്തിക്കിട്ടുന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ എന്താണ് തായൂറൊന്നും അല്ലെങ്കിൽ ശുദ്ധിയുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഫഹുക്കുമുഹു ആ വെള്ളത്തിൻ്റെ വിധി 2 കുലത്തൊന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ വിധി എന്താണ്? ഹുക്കുമുൽ മഹല്ലി ബാദൽ ഓസ്ലി കഴുകിയ ശേഷമുള്ള ആ മഹല്ലിൻ്റെ ഹുക്കുമാണ്. അപ്പോൾ നമ്മളൊരു വസ്ത്രം കഴുകി എന്നിട്ട് വെള്ളമൊന്നും അളവ് കൂടിയിട്ടില്ല, താഴൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കഴുകിയ ശേഷമുള്ള സാധനമില്ലേ ആ ഇതിൻ്റെ ഹുക്കുമാണ് ആ വെള്ളത്തിനിക്കും എന്നർത്ഥം. എനിക്കാണ് കതി തൊഹുറ ആ എന്താണ് ഡ്രസ്സ് അല്ലെങ്കിൽ ആ സ്ഥലം. അപ്പോൾ നമ്മൾ സ്ഥലം വൃത്തിയാക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം വൃത്തിയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതും പിന്നെ വെള്ളം ശുദ്ധിയുള്ളതാണ്. ഇല്ല അങ്ങനെ ആ സ്ഥലം വൃത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ രുചിമണമൊന്നും പോയിട്ട് ശുദ്ധിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നജസാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് മൂത്രം അല്ലെങ്കിൽ വല്ല കാഷ്ടൊക്കെ നജസായി അവിടെ നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കി. അപ്പോൾ അവിടെയുള്ള വെള്ളം ഉണ്ടാവില്ലേ, നമ്മൾ കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളത്തിൻ്റെ വിധിയാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ്? ആ സ്ഥലം വൃത്തിയായിക്കണമെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. ആ സ്ഥലം വൃത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം എന്താണ്? ശുദ്ധിയില്ലാത്ത നജസാണ് എന്നർത്ഥം. അപ്പം നജസിൻ്റെ പാഠം ഇവിടെ കഴിഞ്ഞു. ഇപ്പം ഇന്ന് ഇത്ര മതി. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്ര ഭാഗത്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക, തയ്യാറാവുക. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പഠിക്കാം. നമുക്കൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ് വെക്കണം. അപ്പോൾ അവിടേക്ക് നിങ്ങൾ സംശയങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് സംശയങ്ങളൊക്കെ ആ ഒരു ക്ലാസ്സിൽ തീർപ്പാക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.